ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വെക്കേഷനായിട്ട് ഞങ്ങൾ പോയത് പാലക്കാടുള്ള ഫാൻറ്റസി പാർക്കിലേക്കാണ്. അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറിയിട്ടുണ്ട്. ബാക്കിൽ ആദൂസ് അവിടെ കുട്ടികളെല്ലാം നോക്കിയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. ഇപ്പോൾ കുട്ടികൾക്കെല്ലാം വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണല്ലോ ഫാൻറ്റസി പാർക്ക്. അപ്പോൾ അവിടെ ഫീസ് വരുന്നത് വലിയവർക്ക് 750, ചെറിയ കുട്ടികൾക്ക് 600 രൂപ. ഏറ്റവും ആദൂസിനൊന്നും വേണ്ട, അമ്മയ്ക്ക് 600 രൂപ, ഞങ്ങൾക്ക് ഒരാൾക്ക് 750 വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ആദൂസ് കണ്ണാടിയെല്ലാം ഇടണം പറഞ്ഞിട്ട് വാപ്പ കണ്ണാടിയെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കയറിയത് വലിയൊരു ഡൈനോസർ നിൽക്കുന്നുണ്ട്. അത് കണ്ടത് ഒരുവിധ സൗണ്ടെല്ലാം ഉണ്ട്. അത് കണ്ട് ആദൂസ് പേടിച്ച് ഏതോ വഴി ഓടിയിട്ടുണ്ട്. പിന്നെ വാട്ടറെല്ലാം ഫിൽറ്റർ ചെയ്ത് നിറയ്ക്കുന്നുണ്ട് അവർ കളിക്കാൻ വേണ്ടിയിട്ട്. വാട്ടറിൽ കളിക്കാൻ തുടങ്ങിയിട്ടില്ല, നല്ല വെയിലാണ്. അപ്പോൾ അവർ പറഞ്ഞത് കുറച്ച് ഉള്ളിലോട്ട് പോയി പറഞ്ഞാൽ വേറെയും വേറെ ഡൈനോസർ ഉണ്ട്. അത് വലുത് കഴുത്ത് നീളമുള്ളത്. ഇതിന് രണ്ടെണ്ണത്തിന് ഓരോ സൗണ്ട് വെച്ചിട്ട് കുട്ടികൾ അടുത്ത് പോയി പറഞ്ഞാൽ കുട്ടികൾ കരയും. പിന്നെ ഞങ്ങൾ നേരെ പോയത് 3D സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു 10-15 പേർക്ക് ഇരിക്കുക ഉള്ളിൽ. പിന്നെ അത് കഴിഞ്ഞാലാണ് അടുത്ത ബാച്ചിനെ അവർ ഉള്ളിലോട്ട് കയറ്റി. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി. രസമുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങൾ രാവിലെയാണ് പോയിരുന്നത്. അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, തിരക്ക് വരുന്നേ ഉണ്ടാവുള്ളൂ. ആ ദിവസം ഒരു ട്രെയിൻ കിട്ടിയിട്ടുണ്ട്, ഒറ്റയ്ക്ക് ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏത് റൈഡിൽ വേണമെങ്കിലും കയറാം, ഒന്നിനും പൈസ വേണ്ട. പക്ഷേ ഭക്ഷണത്തിന് മാത്രം അവിടെ പൈസ വേണം. ഇപ്പോൾ 2 ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കാർ ഡ്രൈവിങ്ങിൽ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ കുട്ടികൾക്ക് ധാരാളം കളിക്കാൻ പറ്റിയ, എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ വെയിലെന്ന് മാത്രം ഉണ്ട്. അതൊന്നും കണക്കാക്കാണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പുക. അപ്പോൾ ഇത് പുതിയൊരു റൈഡ് വന്നിരിക്കണം, അതിൽ അമ്മ കയറാൻ പോകുന്നത്. അയ്യോ, കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. അപ്പോഴേക്ക് വാട്ടർ ബോട്ട് കിട്ടിയിട്ടുണ്ട് ആദൂസ് വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട് എണിക്കുകയാണ്. പിന്നെ വാപ്പ എനിക്ക് പിടിച്ചിരുത്തിയിട്ട് തള്ളി വിടുന്നുണ്ട്. ഞങ്ങൾ വരുമ്പോഴേക്കും അമ്മി ആ റൈഡിൽ കയറിയിരിക്കുന്നുണ്ട്. അതിലൊരാൾ അമ്മിയാണ്, പക്ഷെ കാണാനൊന്നും പറ്റുന്നില്ല, ഭയങ്കരമായിട്ടാണ്. ഇപ്പോൾ ധൈര്യമുള്ളവർ മാത്രമേ ഇതിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ഞാനിരുന്നില്ല, എനിക്ക് പേടിയാണ്. അമ്മിയും ഓടിപ്പോയി ഇരുന്നിരിക്കണം. അമ്മിനെ സമ്മതിക്കണം. പെട്ടെന്ന് മുകളിൽ പോയി പെട്ടെന്ന് താഴെ വരുന്ന കാണുമ്പോൾ തന്നെ പേടിയാവും, പക്ഷെ നല്ല രസമുണ്ട്. അയ്യോ, ഏറ്റവും ടോപ്പിൽ പോയിട്ട് പെട്ടെന്ന് താഴെ വരും. അത് കഴിഞ്ഞാൽ ആ ദിവസം കുതിര സവാരിക്ക് റെഡിയായി നിൽക്കുന്നുണ്ട്. ആ ദിവസത്തിനെ പോലെയുള്ള കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് റൈഡ് ഉണ്ട് കേട്ടോ അവിടെ. കുതിരയായിട്ടും അടുത്ത റൈഡ്, അതായത് നിർത്തിയിട്ട് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ കയറിയ ശേഷം ഇപ്പുറത്തൊരു റൈഡിൽ വന്നിട്ടുണ്ട്. ഇത് സ്ലോവിൽ വരും, പെട്ടെന്ന് സ്പീഡ് കൂടും. ഞാൻ കയറിയില്ല, വാപ്പയും മക്കളൊക്കെ കയറിയിട്ടുണ്ട്. അപ്പം അതിലുണ്ട്, അവരിനെയൊന്നും സൂം ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അതിലിരിക്കുന്നുണ്ട് അവർ. ഒറ്റ കറക്കുള്ളൂ, അത് കഴിഞ്ഞ് ഇറക്കി വിടും കേട്ടോ. ഈ ഒരു റൈഡ് മാത്രം അങ്ങനെയാണ്. ഗെയിമല്ല, റൈഡ്. അത് കഴിഞ്ഞാൽ ആ ദിവസം ഓടി ഓരോന്നിൽ കയറുകയാണ്. അടുത്തത് കണ്ടുപിടിച്ച് ഒന്നിനും ആൾക്ക് പേടിയില്ല, ഒക്കത്തിനും കയറിയിരിക്കുന്നുണ്ട്. വേറെ ഏതോ ഒരു കുട്ടിയാണ് കൂട്ട് കിട്ടിയിരിക്കുന്നത്. എല്ലാം കാലിയായി കിടക്കണം കൂടുകളൊക്കെ. ആൾക്കാർ വരുന്നതേ ഉള്ളൂ. തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു അരുവി, താമരക്കുളം, താമര നിറയെ മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. സൈഡായിട്ടൊരു ആനയുണ്ട്. പിന്നെ ഇതൊരു ബട്ടർഫ്ലൈ പാർക്കാണ്, പക്ഷേ ഒരൊറ്റ ബട്ടർഫ്ലൈനെ ഞാൻ കണ്ടുള്ളൂ. ഈ ചൂട് കാരണമാണെന്ന് തോന്നുന്നു, ഒന്നുമില്ല. ഒരു ആന അവിടെ നിൽക്കുന്നുണ്ടല്ലോ, ഒരുവിധ സൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ ഒരു മരക്കൂട്, നല്ല പഴക്കം കൂടിയ മരമാണ് തോന്നുന്നു, നിറയെ വേരുകളൊക്കെ ആയിട്ട്. പിന്നെ ഈ നട്ടുച്ചയ്ക്ക് അമ്മി പോയിട്ട് വാട്ടർ ബോട്ടിൽ ഞാൻ ഇപ്പോൾ കയറണ്ട പറഞ്ഞപ്പോൾ അമ്മി കേട്ടില്ല, പോയി കഷ്ടപ്പെട്ട് നീന്തുകയാണ്. എന്തൊരു വെയിലാണ് അത് കുട്ടികളതൊന്നും നോക്കണില്ല. പിന്നെ ആ ദിവസം വേറെ റൈഡിൽ കയറി. സ്നേക്ക്
ആദൂസിൻ്റെ മോഡലിൽ ഒരു വണ്ടി നല്ല സ്പീഡുണ്ട്, ഇത് ചാട്ടമുണ്ട്. പക്ഷെ ആദൂസിനൊന്നും ഒരു പേടിയില്ല, അതാ പിടിച്ചിരിക്കണം നോക്ക്. അപ്പോഴേക്ക് 12:30 ആയതും തുടങ്ങി വാട്ടറിൻ്റെ റൈഡൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആദ്യം അവർ തിരമാലയാണ് സ്റ്റാർട്ട് ചെയ്തത്, കടൽ തിരമാല. കുറേ പേര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വെയിലല്ലേ കൊണ്ട് അതിനെ പിടിച്ചു നിർത്തിയപ്പോൾ അമ്മ വിഷമത്തിൽ നിൽക്കുകയാണ്. പിന്നെ വേറെ ആദൂസ് ചുറ്റും ഓടിപ്പോകുന്നുണ്ട്, ആദൂസിനെ പിടിച്ചിട്ട് വരികയാണ്. പിന്നെ അവിടെയൊക്കെ വാട്ടറെല്ലാം ഫിൽറ്റർ ചെയ്ത് നിറച്ചുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ വരുമ്പോൾ. ഇപ്പം എല്ലാം പിന്നെ നന്നായി വെള്ളമൊക്കെ നിറച്ച് ആൾക്കാർ മ്യൂസിക്കൊക്കെ വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. ആൾക്കാർ ഇറങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയൊന്നുമില്ല, ഞാനധികം വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. കുട്ടികളും ഇക്കയും ഇറങ്ങി നന്നായി എൻജോയ് ചെയ്ത് കളിച്ചിട്ടുണ്ട്. നല്ല പണിയും കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ജലദോഷവും ഒക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, ജലദോഷവും. പിന്നെ ഒരുപാട് സമയം നോക്കിയിട്ട് ഞങ്ങൾ 4 മണിക്ക് നമുക്ക് തിരിക്കണം. അതുകൊണ്ട് അവർ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. തിരമാല തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഈ തിരമാല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. തിരമാല നിർത്തി വെച്ച് പറഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. ദാമി ഓടി വരുന്നുണ്ട്. നല്ല കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇവിടെ ഭക്ഷണത്തിന് മാത്രമാണ് പൈസ കൊടുക്കേണ്ടത്. ഭക്ഷണം പറയുമ്പോൾ എല്ലാ ഭക്ഷണവും ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ.